Good morning. Okay, good morning. Second hour ആയിരിക്കും ട്ടോ അമ്മയിൽ മിസ് കയറുക. ഓക്കെ, സെക്കൻഡ് അവർ മിസ് കയറും ട്ടോ. അപ്പം തുടങ്ങാം, നമുക്ക് ക്ലാസ് തുടങ്ങട്ടെ. കയറിക്കോളൂ ട്ടോ ക്ലാസ്സിൽ. ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? കഴിഞ്ഞോ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് പുതിയൊരു ചാപ്റ്റർ അല്ലെ, പുതിയൊരു ചാപ്റ്റർ അല്ല, രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു അല്ലെ. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മള് തുടങ്ങിയിരുന്നു. അതിനകത്ത് നമ്മള് കുറെ നോൺ ക്ലിനിക്കൽ ജോബുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളൊക്കെ ചെയ്യുന്നവരുടെ ജോബിനെ കുറിച്ചും അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയൊക്കെയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെ നമ്മള് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആരുടെയൊക്കെയാണ്? ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ അല്ലെ. ഒരു മിനിറ്റ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് കഴിഞ്ഞ ക്ലാസ്സില് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. രണ്ടാമത്തെ, ആദ്യത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹത്തിന്റെ കണ്ടത് നമ്മള്. രണ്ടാമത്തത് നമ്മള് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ചുമതലകളൊക്കെ നിർവഹിക്കുന്ന ആ ഒരു പ്രൊഫഷണലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? 6 പോയിന്റിലെ നമ്മൾ 7 പോയിന്റുകൾ പഠിച്ചിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു? ഷെഡ്യൂളിംഗ്, അപ്പോയിന്റ്മെന്റ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, മൂന്നാമത്തത് ആൻസറിംഗ് ഫോൺ കോൾസ്, മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ, പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്, ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, ആൻഡ് ഫൈനൽ വൺ പ്രൊവൈഡിംഗ് കസ്റ്റമർ സർവീസ്. വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. അടുത്ത ആള് പഠിക്കാൻ പോവാണ് കേട്ടോ. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. ആരാണ്? മെഡിക്കൽ സെക്രട്ടറി ട്ടോ. നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ കണ്ടിരുന്നു, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെയും നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു നോൺ ക്ലിനിക്കൽ ജോബാണ് മെഡിക്കൽ സെക്രട്ടറി ട്ടോ. മെഡിക്കൽ സെക്രട്ടറി ആദ്യമേ തന്നെ പറയാണ്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്നും മെഡിക്കൽ സെക്രട്ടറി കേൾക്കുമ്പോൾ ഏകദേശം അവരുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസുകൾ തമ്മിൽ കുറെ സിമിലാരിറ്റീസ് ഉണ്ട്, ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അവര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആരെയാണെന്ന് അറിയാമോ? ഒരു ഫിസിഷ്യന്റെ ക്ലിനിക്കാണ്. ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറുടെ ക്ലിനിക്ക്. ആ ഒരു ഫിസിഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ ക്ലറിക്കൽ ഡ്യൂട്ടീസുകളാണ് ആര് ചെയ്യുന്നുണ്ടാവുക? മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരു ഫിസിഷ്യന്റെ ക്ലിനിക്കില് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ആ ഒരു മേഖലയില് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. അയാൾ കൂടുതൽ ആരെയായിരിക്കും പിന്തുണയ്ക്കുന്നുണ്ടാവുക? ഒരു ഫിസിഷ്യനെ ആയിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. മറ്റേത് അങ്ങനെയല്ല. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മെഡിക്കൽ സെക്രട്ടറി ഇതുവരെയാണോ ഞാൻ എവിടെ വരെ എടുത്തത്? ഞാൻ എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വരെയല്ലേ കംപ്ലീറ്റ് ചെയ്തത് അല്ലെ? ഓക്കെ അല്ലേ? തുടർന്നുള്ള നോക്കാം കേട്ടോ. ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. ആരാണ് മെഡിക്കൽ സെക്രട്ടറി എന്ന് ഫസ്റ്റ് സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ്? The medical secretary will execute secretarial duties using specific knowledge of medical terminology and hospital, clinic, laboratory procedures.
ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ആരാണ് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ടെർമിനോളജി, അതുപോലെ ഹോസ്പിറ്റല്, ക്ലിനിക്ക്, ലബോറട്ടറി പ്രൊസീജിയേഴ്സിനെ പറ്റി ഒരു സ്പെസിഫിക് നോളജ് അവർക്ക് ഉണ്ടായിരിക്കും. ആ ഒരു നോളജ് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ്, സെക്രട്ടേറിയൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ. അപ്പൊ അത്തരം ചുമതലകൾ നിർവഹിക്കുന്ന പ്രൊഫഷണലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. പക്ഷെ എന്റെ ഡ്യൂട്ടി കാണുന്നത് ഏകദേശം ആരുമായിട്ട് സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ആ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരുപാട് സിമിലാരിറ്റി ഇദ്ദേഹത്തിന്റെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മെഡിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ ടെർമിനോളജി, ക്ലിനിക്കൽ, ലബോറട്ടറി പ്രൊസീജിയേഴ്സിലുള്ള സ്പെസിഫിക് നോളജ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ്, ദാറ്റ് മീൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ചുമതലകളൊക്കെ നിർവഹിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെയാണ് നമ്മൾ മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കാം. ഒരു പോയിന്റ് ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഓക്കെ, ഒന്നാമത്തത് represent physicians by screening, helps with the scheduling, receiving and announcing scheduled patients and visitors. ഇതാണ് ആദ്യത്തെ പോയിന്റ്. റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്. ഞാൻ പറഞ്ഞു ഫിസിഷ്യന്റെ ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയാണ് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, പിന്തുണയ്ക്കുന്നുണ്ടാവുക ഒരു മെഡിക്കൽ സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ഫിസിഷ്യനെ സ്ക്രീനിങ്ങിലൂടെ റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് മീൻസ് എന്താണ്? ഫിസിഷ്യൻസിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. പിന്നെന്താണ്? ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിംഗ്, റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അതായത് ഈ പറയുന്ന പേഷ്യൻസിനായാലും സന്ദർശകരായാലും അവര് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് സഹായിക്കുക. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും റിസീവ് ചെയ്യുക, അല്ലെ? അപ്പോയിന്റ്മെന്റ് എടുത്തു വന്ന ആ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പേഷ്യൻസിനെയും സന്ദർശകരെയും റിസീവ് ചെയ്യുക, അവര് വിവരങ്ങൾ അറിയിക്കുക. അനൗൺസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? അവരെ അറിയിക്കുക, അല്ലെ? അവരുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കുക, അവരെ റിസീവ് ചെയ്യുക. ഇങ്ങനെയുള്ള ഡ്യൂട്ടിയാണ് ആദ്യത്തെ വരുന്നത് കേട്ടോ. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്. അതായത് സ്ക്രീനിങ്ങിലൂടെ ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫിസിഷ്യൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. പിന്നെന്താണ്? ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിംഗ്, റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. രോഗികളെയും സന്ദർശകരെയും അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്ത പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും റിസീവ് ചെയ്യുക, അവരെ വിവരങ്ങൾ അറിയിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയെന്ന് വിചാരിക്കും. രണ്ടാമത്തത് ഹെൽപ്പ് ദ ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്. ഇവര് നമ്മൾ ഓരോ പോയിന്റും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഫിസിഷ്യനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്. അതായത് ദൈനംദിന പ്രവർത്തനങ്ങളില് ഫിസിഷ്യനെ സഹായിക്കുക. ഓക്കെ, ദൈനംദിന പ്രവർത്തനങ്ങളില് ഒരു ഫിസിഷ്യനെ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുക, അവരെ സഹായിക്കുക. പിന്നെ അടുത്ത പോയിന്റ് കളക്ട്സ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്സ് പേഷ്യന്റ് റെക്കോർഡ്സ്. അതുപോലെ തന്നെ രോഗികളുടെ എല്ലാവിധ ഇൻഫർമേഷൻസും ശേഖരിച്ചുകൊണ്ട് അവരുടെ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. മനസ്സിലായല്ലോ? പേഷ്യന്റിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ട് പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇതാണ്. എൻഷുവർ ദ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്. എന്താണ് പറയുന്നത്? കലണ്ടറുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ഫിസിഷ്യന്റെ പ്രൊഡക്ടിവിറ്റി ഉറപ്പാക്കുക. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കലണ്ടറുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫിസിഷ്യന്റെ പ്രൊഡക്ടിവിറ്റി ഉറപ്പാക്കുക. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? അതായത് ഒരു ഫിസിഷ്യന്റെ, ഒരു ഡോക്ടറുടെ സേവനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമയം, അല്ലെ, അവരുടെ ആ ഒരു എഫിഷ്യൻസി ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും, കോർഡിനേറ്റും ചെയ്യും. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു ഡോക്ടർ, ഒരു ഫിസിഷ്യൻ, അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് വളരെ എന്താ പറയാ ആവശ്യമാണ്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സേവനം, അദ്ദേഹത്തിന്റെ ആ ഒരു സമയം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു എഫിഷ്യൻസി, അല്ല, ആ ഒരു കഴിവ് രോഗികൾക്ക് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവരുടെ ഷെഡ്യൂൾസ്, അല്ലെ, ഫിസിഷ്യന്റെ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് ക്രമീകരിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കലണ്ടറുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫിസിഷ്യന്റെ പ്രൊഡക്ടിവിറ്റി എൻഷുവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്.
കാര്യം ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണാം, അദ്ദേഹത്തിന്റെ ഡോക്ടേഴ്സ് ആണ്, അവർക്ക് തിരക്കുണ്ടായിരിക്കും, അവരുടെ ടൈം, അവരുടെ സേവനം എന്ന് പറഞ്ഞത് രോഗികളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഫലവത്തായിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് അവരുടെ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കൈകാര്യം ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണെങ്കിൽ നമുക്ക് അവര് ഒരു ഷെഡ്യൂൾ ചെയ്തൊരു ടൈമിൽ ചെന്നാലാണ് നമുക്ക് അവരുടെ സേവനം ലഭിക്കുള്ളൂ. അവരുടെ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ആ ഒരു സമയവും സേവനവും അവരുടെ ആ ഒരു കഴിവും ഏറ്റവും ഫലവത്തായ രീതിയിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവരുടെ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം അല്ലെ, കോർഡിനേറ്റ് ചെയ്യണം. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എൻഷുർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്. ക്ലിയർ ആണ് ഞാൻ പറയുന്നത്? ഓക്കെ അല്ലേ? എന്തെങ്കിലും പോയിന്റ് നമുക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് ഇടാട്ടോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ, പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്. എന്താണ് പറയുന്നത്? ഈ ഡോക്ടേഴ്സ് എഴുതുന്ന കുറിപ്പുകൾ കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുക അല്ല, കുറിപ്പുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വ്യാഖ്യാനിച്ച് പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്, മെഡിക്കൽ റിപ്പോർട്ടുകളും മെഡിക്കൽ സമ്മറികളും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? നടപടിക്രമങ്ങൾ രോഗികളെ ഇൻഫോം ചെയ്യുക. ഓക്കെ, രോഗികളെ അറിയിക്കുക. എന്താണ് അതിൽ ഈ പോയിന്റ് ആണ് ഒന്നുകൂടെ പറയാൻ പറഞ്ഞേ, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ, പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്. മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് പറയുന്നത്. അതായത് ഡോക്ടറുടെ കുറിപ്പുകള് കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയാ, വ്യാഖ്യാനിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഡോക്ടർ എഴുതുന്ന ആ ഒരു കുറിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, കൃത്യമായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്ത്, അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളും പേഷ്യന്റിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളും അതുപോലെ മെഡിക്കൽ സമ്മറികളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? രോഗികളെ വിവരങ്ങൾ അറിയിക്കുക അല്ലെ, അവർക്കായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുകളെ പറ്റി അവരെ വിവരം അറിയിക്കുക. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ, പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം. എന്താണ് പറയുന്നത്? പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം. അതായത് രോഗികളുടെ എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ, ഫയൽ ചെയ്ത് നമ്മൾ സൂക്ഷിക്കും. ഫയൽ ചെയ്യുന്നതെന്ന് പറയാൻ പണ്ടത്തെ കൂട്ട് ഇപ്പൊ ഫയൽ എഴുതി വെക്കല് മാത്രമല്ല, അധികം എവിടെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മുടെ സിസ്റ്റത്തിലാണ് അല്ലെ, കമ്പ്യൂട്ടറിലാണ്. ഈ പറഞ്ഞ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് അല്ലെ, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം HIS ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രോഗികളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നത്, ഫയൽ ചെയ്ത് വെക്കുന്നത്. ഇവര് പറയുന്നത് രോഗികളുടെ ആ ഒരു ഫയലിംഗ് റിട്രീവൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ രോഗിയുടെ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഫയൽ ചെയ്ത് നമ്മൾ സൂക്ഷിക്കുകയാണ് അല്ലെ. പിന്നീട് ഈ രോഗി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ആശുപത്രി വിട്ടു. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഇതേ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ രോഗി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് വേണം? ആ രോഗി അന്നത്തെ വിവരങ്ങളെല്ലാം ഫയൽ ചെയ്ത് വെച്ചാൽ റിട്രീവ് ചെയ്യേണ്ടി വരും അല്ലെ, വീണ്ടും എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ അതിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും? ആ രോഗിയുടെ ഫുൾ മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ആ ഓരോ രോഗിയുടെയും വിവരങ്ങൾ കൃത്യമായിട്ട് ഫയലിംഗ് റിട്രീവൽ സിസ്റ്റത്തിലൂടെ എന്താണ് നമുക്ക് ഒരു ഭാവി ഉപയോഗത്തിന് വേണ്ടിയിട്ട്, ഒരു ഫ്യൂച്ചർ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ രോഗികളുടെ ഫയൽ അവിടെ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയി പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അതേ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിന് വരുമ്പോൾ അയാളുടെ ഫയല് റിട്രീവ് ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഭാവി ഉപയോഗത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നുണ്ടാവുക? അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്ത് വെക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ ആ ഒരു ഫയലിംഗ് റിട്രീവൽ സംവിധാനത്തിലൂടെ ഒരു ഹിസ്റ്റോറിക്കൽ റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായല്ലോ? അതാണ് കേട്ടോ. പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം. ഓക്കെ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർലി പോയിന്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് സെക്യൂർസ് ഇൻഫർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്സ്.
എന്താണ് ഡാറ്റാബേസ്? അതും ഇതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റം ആണ് കേട്ടോ. ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റം ആണ് ഡാറ്റാബേസ് എന്ന് പറയുന്ന കാര്യം. ഈ പറയുന്ന രോഗികളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും, റിട്രീവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു എന്താ പറയുക ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റം തന്നെയാണ് ഡാറ്റാബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഡാറ്റാബേസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബാക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡാറ്റാബേസ് സംവിധാനത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവരങ്ങളെ ഇൻഫർമേഷനെ സെക്യൂർ ആക്കിയിട്ട് വെക്കുക, അതായത് സുരക്ഷിതമായിട്ട് വെക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഒരു വിവരങ്ങൾ, ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ വിവരം നമ്മളിപ്പോ ഒരു സിസ്റ്റത്തിനകത്ത് അവരുടെ വിവരങ്ങൾ ഒരു ഫോൾഡറിലാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇൻ കേസ് എപ്പോഴെങ്കിലും അറിയാതെ ഫോൾഡർ എങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ആ ഡാറ്റ പിന്നെ നമുക്ക് കിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികളും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കും അല്ലെ. നമ്മളായാലും നമ്മുടെ ഇമ്പോർട്ടൻസ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് ഫോട്ടോ കോപ്പികളൊക്കെ എടുത്ത് സൂക്ഷിക്കും അല്ലെ. എന്തിനു വേണ്ടി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫോട്ടോ കോപ്പികളായിരിക്കും നമ്മൾ അധികം കൊണ്ടുപോവുക അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരു സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫർമേഷൻ ഒറിജിനൽ ആ ഒരു ഇതിനെ സേഫ് ആക്കി വെക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഡാറ്റകളൊന്നും പോകാനും പാടില്ല. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം. എന്നതുപോലെ ഒരു ഡാറ്റാബേസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വിവരങ്ങളെല്ലാം സുരക്ഷിതമാക്കി വെക്കാം. ഇൻ കേസ് ഒരു ഫോൾഡറിൽ സൂക്ഷിച്ചു വെച്ചു അത് ഡിലീറ്റ് ആയി പോയി, പക്ഷെ നമ്മൾ അതിന്റെ തന്നെ ഒരു ഫോട്ടോ കോപ്പി എന്റെ ഒരു എന്താ പറയാ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കാരണവശാലും ആ ഡാറ്റകൾ നഷ്ടപ്പെട്ടു പോകില്ല. പോവില്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ആ രീതിയിൽ ഇൻഫർമേഷൻ വളരെ സെക്യൂർ ആക്കിയിട്ട് വെക്കുക. ഓക്കെ, സെക്യൂർസ് ഇൻഫർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്സ് കേട്ടോ. ഡാറ്റാബേസ് അത് തന്നെ അതേ ജോലി ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ കീപ്പ് ചെയ്യില്ല, ഒരിക്കലും പോകില്ല അല്ലെ. അതേസമയം നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ അല്ലാന്നുണ്ടെങ്കിൽ ഫോണൊക്കെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മുടെ കയ്യിൽ പോകും. അതേസമയം എല്ലാം നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ വെക്കുകയാണെങ്കിൽ ഒരിക്കലും ആ വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ല. എന്നതുപോലെ ഡാറ്റാബേസ് ബാക്കപ്സ് പൂർത്തീകരിച്ചുകൊണ്ട് ഇൻഫർമേഷനെ വളരെ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക കേട്ടോ, സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ പഠിക്കുന്നത്? മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അടുത്തത് എന്താണ്? കീപ്സ് പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട്സ് ഓപ്പറേഷൻസ് ബൈ കീപ്പിംഗ് ഇൻഫർമേഷൻ സീക്രട്ട്. അതായത് ഈ പറയുന്ന ആ ഒരു പേഷ്യന്റിന്റെ ആത്മവിശ്വാസം നിലനിർത്തിക്കൊണ്ട് അവിടുത്തെ എല്ലാ ഓപ്പറേഷൻസിനെയും ആ ഒരു എന്താ പറയുക കോൺഫിഡൻഷ്യാലിറ്റിയിൽ ആ ഒരു ഇൻഫർമേഷൻ സീക്രട്ട്, ആ ഒരു ഇൻഫർമേഷന്റെ രഹസ്യാത്മകമായിട്ടുള്ള ആ ഒരു സമീപനത്തിലൂടെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുകയാണ്? പേഷ്യൻസിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ പറ്റുകയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമ്മൾ എന്ത് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്ന സമയത്തും പ്രോസസ് ചെയ്യുന്ന സമയത്തും കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. സ്വകാര്യത നിലനിർത്തണം. അങ്ങനെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് നമ്മൾ അവിടുത്തെ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യൻസിന് എന്തുണ്ടായിരിക്കും? അവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം അവർക്ക് എന്തും ഓപ്പൺ ആയിട്ട് വരും. കാരണം അവരുടെ വിവരങ്ങൾ അവിടെ എന്താണ്? കോൺഫിഡൻഷ്യൽ ആണ് അല്ലെ. ആ രീതിയിൽ കീപ്സ് ദ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട് ദ ഓപ്പറേഷൻ ബൈ കീപ്പിംഗ് ഇൻഫർമേഷൻ സീക്രട്ട്. അല്ലെ, ഇൻഫർമേഷൻസ് എല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിലൂടെ പേഷ്യൻസിന്റെ ആത്മവിശ്വാസവും അവിടെ സൂക്ഷിക്കപ്പെടുകയാണ്, സംരക്ഷിക്കപ്പെടുകയാണ് അല്ലെ. ഓക്കെ, അതിന് വേണ്ട അതങ്ങനെ ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. അതാണ് മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക് ലെവൽ. അതായത് സ്റ്റോക്ക് ലെവൽ കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് ഈ പറയുന്ന ഓഫീസ് സപ്ലൈസുകളുടെ ആ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഓഫീസ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ആണ് അല്ല. അപ്പൊ അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ എന്തൊക്കെ സപ്ലൈസ് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ പ്രിന്ററുകൾ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻസ് ഉണ്ടായിരിക്കും, പേപ്പർ, പേന, ഫയലുകള്, അങ്ങനെ പലതും ഉണ്ടായിരിക്കും. ഇതൊക്കെ ഓഫീസ് സപ്ലൈസ് ആണ്. ടേബിള്, മേശ അല്ലെ, അവിടുത്തെ ആവശ്യങ്ങൾക്കുള്ളത്. അപ്പൊ അത്തരം ഓഫീസ് സപ്ലൈസുകളെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ അത് എന്തെങ്കിലും തീർന്നു പോകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൃത്യമായിട്ട് ഓഫീസ് സപ്ലൈസുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്ത പോയിന്റ് ഇതാണ്. കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ് ഓപ്പറേഷണൽ ബൈ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. Keeps office equipment operational by following operating instructions.
പ്രവർത്തന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് എന്താ പറയാ ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു ഓഫീസ് എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ പ്രവർത്തനക്ഷമമാക്കിയിട്ട് സൂക്ഷിക്കുക അല്ലെ. ഓഫീസ് എക്യുപ്മെന്റ്സ് എല്ലാം വളരെ പ്രവർത്തനക്ഷമമായിരിക്കണം. അതും ആ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസിന് ഫോളോ ചെയ്തുകൊണ്ട് ആ ഓഫീസിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും പ്രവർത്തനക്ഷമമായിട്ട് ഉപയോഗിക്കേണ്ടത് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. മെയിൻറ്റെയിൻസ് ദ ക്വാളിറ്റി റിസൾട്ട്സ് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ക്വാളിറ്റി അഷുറൻസ് മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ്സുകളും എന്താ പറയാ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവുമല്ലോ, ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നടപ്പിലാക്കിയും ഫോളോ ചെയ്തുകൊണ്ടും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. എന്തിന്റെ ക്വാളിറ്റി? ഒരു മെഡിക്കൽ സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സേവനം ആ സേവനത്തിന്റെ ക്വാളിറ്റി എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ. അതും ഓരോ എന്ത് സേവനങ്ങളായാലും അത് എന്തായിരിക്കണം, ക്വാളിറ്റി ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, സെർവ് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയും ഫോളോ ചെയ്തുകൊണ്ടും അവരുടെ സേവനങ്ങളിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. അവിടെ ക്വാളിറ്റി റിസൾട്ട്, അവരുടെ റിസൾട്ട് എന്ന് അവർ കൊടുക്കുന്ന സേവനമാണ്. ആ സേവനത്തിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ, നിലനിർത്തുക. അടുത്ത പോയിന്റ് ഇതാണ്. സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. അതായത് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിനെ സർവ് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യാം. ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ആരാണ്? ആരോഗ്യ പരിരക്ഷാ ദാതാക്കൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ തന്നെയാണ് അല്ലെ. ഹോസ്പിറ്റലും അവിടുത്തെ മെഡിക്കൽ ജീവനക്കാരും ഒക്കെയാണ് ആ ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇപ്പോഴും അവരുടെ സേവനങ്ങളിൽ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് ആ ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിനെ എല്ലാ വിധത്തിലും സെർവ് ചെയ്യുക, അവരെ സേവിക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്തുക. ഓക്കെ, അതൊരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്ത പോയിന്റ് ഇതാണ്. അപ്ഡേറ്റ്സ് ജോബ് നോളജ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് റീഡിംഗ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് അല്ലെ. അതായത് എപ്പോഴും ഒരു മെഡിക്കൽ സെക്രട്ടറി അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, അദ്ദേഹത്തിന്റെ ജോബ് നോളജ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു റോള് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അദ്ദേഹം എപ്പോഴും എന്തായിരിക്കണം, അദ്ദേഹത്തിന്റെ ജോലിയിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം അല്ലെ. ജോബ് നോളജ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള അറിവുകളൊക്കെ നേടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, അദ്ദേഹത്തിന്റെ ജോബ് നോളജ് ഓൾവേസ് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കണം അല്ലെ. അതാണ് അവിടെ പോയിന്റ്. അപ്ഡേറ്റ്സ് ജോബ് നോളജ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് റീഡിംഗ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. കീപ്സ് മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ടെക്നിക്കൽ ലൈബ്രറി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഹോസ്പിറ്റലിന്റെ ഒരു ടെക്നിക്കൽ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ധാരാളം എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ലാബ് ആയാലും ഏത് മേഖലയിൽ എടുത്താലും ധാരാളം എക്യുപ്മെന്റ്സും ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ എക്യുപ്മെന്റ്സുകളായാലും അതിന്റെ യൂസർ മാനുവൽ അല്ലെ, ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ എന്താ പറയാ ഈ ടെക്നിക്കൽ സ്റ്റാഫുകളുടെ ട്രെയിനിങ് റെക്കോർഡ്സുകള്, അതൊക്കെ ഉള്ളതാണ് ടെക്നിക്കൽ ലൈബ്രറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു ടെക്നിക്കൽ ലൈബ്രറി, അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് ഫയൽസ്. കറസ്പോണ്ടൻസ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് അല്ലെ. ഇസ് ദ റെക്കോർഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന്റെ പല റെക്കോർഡ്സ്. ലെറ്റേഴ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇമെയിൽ, ഫാക്സ് ഒക്കെ വഴിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക, ഓക്കെ, കൈകാര്യം ചെയ്യുക. അതാണ് ഇവിടെ കറസ്പോണ്ടൻസ് ഫയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കറസ്പോണ്ടൻസ് ഫയൽ എന്ന് പറഞ്ഞാൽ ഇസ് ദ റെക്കോർഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ റെക്കോർഡ്സുകളാണ് ലെറ്റേഴ്സ് വഴിയും ഫാക്സ് വഴിയും മെയിൽ വഴിയും, അല്ലാണ്ട് നേരിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ഫീഡ്ബാക്സ്, നമുക്ക് ഓരോ കമ്മ്യൂണിക്കേഷൻ റെക്കോർഡ്സുകളാണ് അല്ലെ. അതെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതും മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി, കറസ്പോണ്ടൻസ് ഫയലുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ഇതാണ്. പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ് അല്ലെ. ഈ പറയുന്ന അദ്ദേഹം ഒരു ഫിസിഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അല്ലെ. ഒരു ഫിസിഷ്യന്റെ സൂപ്പർവിഷനിൽ, അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലായിരിക്കാം ആ ഒരു ക്ലിനിക്കിലെ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഫങ്ഷൻസുകളൊക്കെ പെർഫോം ചെയ്യുക. ഇത്രയുമാണ് ആരുടെ ഫങ്ഷൻസ് മീൻസ് ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് മെഡിക്കൽ സെക്രട്ടറിയുടെ. ക്ലിയർ ആയ ഓരോ പോയിന്റും
ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞതൊന്ന് ഓടിച്ചിട്ട് പറയാണ്. മെഡിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി, അതുപോലെ ഹോസ്പിറ്റൽ, ക്ലിനിക്, ലബോറട്ടറി പ്രൊസീജിയേഴ്സിൽ അറിവുള്ള വ്യക്തിയായിരിക്കും അല്ലെ. ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലിനിക്കൽ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, മെഡിക്കൽ സെക്രട്ടറി കൂടുതലും ഒരു ഫിസിഷ്യന്റെ ക്ലിനിക്ക് അവിടെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇദ്ദേഹം പൊതുവെ ഒരു ഫിസിഷ്യനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ ഫിസിഷ്യൻസിന് വേണ്ടി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ രോഗികളെയും സന്ദർശകരെയും അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പേഷ്യൻസിനെ വിസിറ്റേഴ്സിന് റിസീവ് ചെയ്യുക, അവരുടെ വിവരങ്ങൾ അറിയിക്കുക, അതൊക്കെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ ദൈനംദിന കാര്യങ്ങളിൽ ഫിസിഷ്യൻസിനെ സഹായിക്കുക, പിന്നെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ട് പേഷ്യന്റ് റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു ഡോക്ടറുടെ സേവനം ടൈം അല്ലെ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും, കോർഡിനേറ്റ് ചെയ്യുക. അതാണ് കലണ്ടറുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫിസിഷ്യന്റെ പ്രൊഡക്ടിവിറ്റി എൻഷുർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടും മെഡിക്കൽ സമ്മറികളൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും രോഗികളെ അറിയിക്കുക. പിന്നെ ഈ പറയുന്ന ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റത്തിലൂടെ രോഗികൾക്കായാലും ഒരു ഹിസ്റ്റോറിക്കൽ റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ, ഒരു മെഡിക്കൽ ഹിസ്റ്ററി അതിലൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഡാറ്റാ ബേസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഇൻഫർമേഷൻസിനും സുരക്ഷിതമാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതിലൂടെ പേഷ്യൻസിന് എന്ത് കൊടുക്കുക, ഒരു കോൺഫിഡൻസ് കൊടുക്കുക, അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തിന് നിലനിർത്തുക എന്നുള്ളതും മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റോക്ക് ലെവൽ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ഓഫീസ് സപ്ലൈസുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ഓഫീസ് എക്യുപ്മെന്റുകളൊക്കെ എപ്പോഴും പ്രവർത്തനക്ഷമമായിട്ട് സൂക്ഷിക്കുക. എല്ലാ സ്റ്റാൻഡേർഡ്സുകളും കൃത്യമായിട്ട് നടപ്പിലാക്കിയതുകൊണ്ട് തന്നെ അവരുടെ സേവനങ്ങളിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. പിന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിനെ സെർവ് ചെയ്യും, അതുപോലെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ജോബ് നോളജ് അല്ലെ അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി, കറസ്പോണ്ടൻസ് ഫയലുകളൊക്കെ കീപ്പ് ചെയ്യുക. അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു ഫിസിഷ്യന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. സോ ഫിസിഷ്യന്റെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ജോബുകളൊക്കെ പെർഫോം ചെയ്യുക. ഇത്രയുമാണ് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായി? ഏതെങ്കിലും പോയിന്റ് ക്ലിയർ അല്ലാത്തുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ ആണല്ലോ? എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ റീസൺ ഉണ്ട്. നമുക്ക് 5 പേരുടെ പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ പഠിക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പഠിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഇപ്പൊ പഠിച്ച മെഡിക്കൽ സെക്രട്ടറി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, ഒരാളും കൂടെ പഠിക്കാനുണ്ട് പേഷ്യന്റ് കൗൺസിലർ. അങ്ങനെ 5 നോൺ ക്ലിനിക്കൽ ജോബുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത്. ഓരോരുത്തർക്ക് തന്നിട്ട് ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓപ്ഷനിനകത്ത് ഈ പറഞ്ഞ 5 പേരും കാണും. അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഓരോ പോയിന്റ് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റിലോട്ട് നമ്മൾ പോവാണ്. ജോബ് സമ്മറി ഓഫ് എൻ ജോബ് സമ്മറി ഓഫ് എൻ OPD ട്ടാ. OPD എക്സിക്യൂട്ടീവ് കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ജോബിനെ കുറിച്ചാണ്. അടുത്ത ഒരു നോൺ ക്ലിനിക്കൽ ജോബാണ് കേട്ടോ. അതിലൊരു വേറൊരു അഡ്മിനിസ്ട്രേറ്റീവ് റോളിനെയാണ് നമ്മൾ ഇനി അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത്. അതാരാണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ഓക്കെ, അപ്പൊ 3 പേരുടെ കഴിഞ്ഞു കേട്ടോ. 3 പേരുടെ കഴിഞ്ഞു. ഇനി 4ാമത്തെ ആളാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ഓക്കെ, അദ്ദേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി നമ്മൾ പഠിച്ചില്ലേ? അദ്ദേഹം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹവും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. പക്ഷെ അതിനൊരു ലീഡർഷിപ്പ് റോൾ ആർക്ക് വരുന്നുണ്ട്? എക്സിക്യൂട്ടീവിന് വരുന്നുണ്ട്. മനസ്സിലായോ? ഇത് അങ്ങോട്ട് പഠിക്കുമ്പോൾ മാറിപ്പോകരുത്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഡ്യൂട്ടികളാണ് ചെയ്യുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ നേതൃത്വം വഹിക്കുന്ന സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തി ഈ എക്സിക്യൂട്ടീവ് ആയിരിക്കും. അദ്ദേഹത്തിന് ഒരു ലീഡർഷിപ്പ് റോളാണ് ഉള്ളത്. എല്ലാത്തിനും ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു ലീഡർഷിപ്പ് റോളാണ് ഒരു എക്സിക്യൂട്ടീവിനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വായിക്കാം. The OPD executive plays an important role in supervising
the operations of the outpatient department in a hospital. Clear ആയോ? മറ്റേതാവുമ്പോ ചോദ്യം എങ്ങനെയാ വരിക? അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ടാസ്ക് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്ന ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി ആണ്. ഇവിടെ എങ്ങനെയായിരിക്കും വരിക? That supervising the operations of the outpatient department in a hospital എന്ന് പറയുമ്പോൾ അത് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. The responsibilities include എന്തൊക്കെയാണ്? മാനേജിങ് ദ OPD സ്റ്റാഫ് അല്ലെ, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. പിന്നെന്താണ്? മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ് അല്ലെ, കൃത്യമായിട്ടുള്ള പേഷ്യന്റ് റെക്കോർഡ്സുകൾ നിലനിർത്തുക. ഇതേ സെയിം റെസ്പോൺസിബിലിറ്റി ആർക്കും വരുന്നുണ്ട്. മെഡിക്കൽ സെക്രട്ടറിക്കും വരുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കും വരുന്നുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ വരുന്നുണ്ട്, ഇയാൾക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്, കൃത്യമായിട്ടുള്ള പേഷ്യന്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ പഠിച്ചില്ലേ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്? അതേ ഡ്യൂട്ടി ഇദ്ദേഹത്തിന് വരുന്നുണ്ട് കേട്ടോ, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാം. പിന്നെന്താണ്? കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഇതും നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയില്. കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? ആ പോയിന്റ് ആണ് കേട്ടോ. കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് പേഷ്യന്റിന് നല്ല ഒരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ഓക്കെ, അത് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ വരുന്നത് എൻഷുവറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, രോഗിയുടെ സംതൃപ്തി ഉറപ്പുവരുത്തുക. എങ്ങനെ രോഗിയുടെ സംതൃപ്തി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റാം? അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള പരിചരണം കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ എല്ലാ വിവരങ്ങളും വളരെ സീക്രട്ട് ആക്കിയിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഗുഡ് സർവീസ് സെക്യൂർസ് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളതും അവർക്ക് നല്ല സേവനങ്ങൾ കൊടുക്കുന്നതും അവരുടെ ആ ഒരു എന്താ പറയാ സംതൃപ്തി നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മളെല്ലാം ഇയാള് കേട്ടോ. അടുത്തത് എന്താണ്? എൻഷുർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞു. ആറാമത്തെ പോയിന്റ് ഇതാണ്, മാനേജിങ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ അവിടുത്തെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില പോളിസികളും പ്രൊസീജിയറുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. കാര്യം അവിടുത്തെ കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളും ഡെവലപ്പ് ചെയ്ത് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ, നടപ്പിലാക്കുക. പിന്നെ വരുന്നത് എട്ടാമത്തെ പോയിന്റ് ഇതാണ്, എൻഷുവറിംഗ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ OPD ഏരിയ. അപ്പൊ ഇതിനൊക്കെ ചെയ്യുന്നതിലൂടെ എന്താണ്? OPD ഏരിയയുടെ പ്രവർത്തനം വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെ, വളരെ സുഗമമായിട്ട് നടന്നു പോകുന്നതിന് സാധിക്കും. അപ്പൊ അത് സ്മൂത്ത് ഫങ്ഷനിങ് അല്ലെ, OPDയുടെ സ്മൂത്ത് ഫങ്ഷനിങ് ഉറപ്പാക്കുക. ഒൻപതാമത്തെ പോയിന്റ് ഇതാണ്, സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ എന്നതുപോലെ സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ് കേട്ടോ. ഇതിപ്പോ രോഗികളുടെ അപ്പോയിന്റ്മെന്റ് ആണ്, അതോടൊപ്പം തന്നെ കൺസൾട്ടൻസ്, അതായത് ഈ പറയുന്ന ഡിഫറെന്റ് ഡോക്ടേഴ്സ് അല്ലെ, കൺസൾട്ടൻസ്, അവരുടെ ഷെഡ്യൂളിങ്ങും കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ്ങും കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാം. നമ്മൾ മെഡിക്കൽ സെക്രട്ടറി പറഞ്ഞപ്പോ പറഞ്ഞു, ഒരു ഡോക്ടറുടെ സേവനം നല്ല രീതിയിൽ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ അവരുടെ ഷെഡ്യൂളുകളും നമ്മൾ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം. അവരുടെയും കോർഡിനേറ്റ് ചെയ്യണം, പേഷ്യൻസിന് അതിനനുസരിച്ച് വേണം അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ. എന്നാൽ മാത്രമാണ് ആ ഡോക്ടറുടെ സേവനം പേഷ്യൻസിലേക്ക് എത്തുള്ളൂ. ഇവിടെ പറയുന്നത് ഡിഫറെന്റ് കൺസൾട്ടൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകളൊക്കെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നത് ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്, അതായത് ഡോക്ടറിന് ആ ഒരു എന്താ പറയാ പ്രവർത്തന സാഹചര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. അവർ ഓക്കെ ആണോ, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ, ദാറ്റ് മീൻസ് അവരുടെ ഷെഡ്യൂളുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ് കേട്ടോ, ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് സാഹചര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ് അല്ലെ, ഈ പറയുന്ന രോഗികളുടെ ഫീഡ്ബാക്ക് ഫോംസുകൾ അത് കൃത്യമായിട്ട് ഗ്യാദർ ചെയ്ത് സൂക്ഷ്മ പരിശോധന നടത്തുക. ഇതിപ്പോ ഇതേ പോയിന്റുകളാണ് വേറെ പല ഹെഡിങ്സിലും ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ കറസ്പോണ്ടൻസ് ഫയലുകൾ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞില്ല, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്
കേട്ടോ. ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിങ് ഫീഡ്ബാക്ക് ഫോംസ്. രോഗിയിൽ നിന്ന് ധാരാളം ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ലഭിക്കും അല്ലെ. അതിന് ഒരു കറസ്പോണ്ടൻസ് ആണ് അല്ലെ, ഒരു പ്രത്യേക കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ രോഗികളുടെ ഫീഡ്ബാക്ക് ഫോംസുകളൊക്കെ കൃത്യമായിട്ട് ഗ്യാദർ ചെയ്ത് സൂക്ഷ്മ പരിശോധന നടത്തുക കേട്ടോ. അതിനനുസരിച്ച് ഇവരുടെ സേവനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്ക്രൂട്ടിനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂക്ഷ്മ പരിശോധന. 12ാമത്തെ പോയിന്റ് ഇതാണ്, ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൈകാര്യ പ്രശ്നങ്ങളെ നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ട് അത് മാനേജറിനോട് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഒക്കെ കൈകാര്യം ചെയ്യുക, ഡീൽ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് മാനേജറിന് റിപ്പോർട്ട് ചെയ്യാം. ആസ് ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അതുപോലെ തന്നെ രോഗികളെയും സന്ദർശകരെയും ഗ്രീറ്റ് ചെയ്യും. ഗ്രീറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാം എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പിന്നെ പറയുന്നത് ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. അവരെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുക, അതുപോലെ അവരെ ബന്ധപ്പെട്ട ആ ഒരു പ്രൊഫഷണൽസ് ആയിട്ട് അല്ലെങ്കിൽ കൺസൾട്ടൻസിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക അല്ലെ. ഇപ്പൊ ഒരു ആദ്യമായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും, അപ്പൊ അവരെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്ത് അവരുടെ ആവശ്യം എന്താണോ, അവർക്ക് കാണേണ്ട ബന്ധപ്പെട്ട പ്രൊഫഷണൽ കൺസൾട്ടന്റ് ആരാണോ അവരിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടേണ്ടതും ഇദ്ദേഹമാണ് കേട്ടോ. ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. 15ാമത്തെ പോയിന്റ്, രജിസ്റ്ററിങ് ന്യൂ പേഷ്യൻസ് അല്ലെ. പുതിയ രോഗികളെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. ടേക്ക് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് അല്ലെ. എക്സിക്യൂട്ടീവുകളാണെങ്കിൽ അവർ ഈ പറയുന്ന മീറ്റിംഗ്സുകള് ട്രെയിനിങ് കോഴ്സുകളിലൊക്കെ പങ്കെടുക്കുക. എന്നിട്ട് എന്തുറപ്പ് വരുത്തുക, എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. ഈ പറയുന്ന ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തുക. ഓക്കെ, അതായത് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള മീറ്റിങ്ങുകള് ട്രെയിനിങ് കോഴ്സുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന എന്താ പറയാ ആരോഗ്യ സുരക്ഷാ പ്രൊസീജിയറുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ പറയുന്നത് 17ാമത്തത്, ഫർദർ മോർ the OPD executive is accountable for checking that everything in the OPD area is in its correct place and ensuring that there are no items left over by the previous shift receptionist. എന്താണ് പറയുന്നത്? OPD executive is accountable for checking that everything in the OPD area is in its correct place. അദ്ദേഹം OPD ഏരിയയുടെ മൊത്തത്തിൽ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയയിലെ എല്ലാം അതത് സ്ഥാനത്ത് തന്നെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? എക്സിക്യൂട്ടീവിന് ഉത്തരവാദിത്തമുണ്ട്. അതത് സ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല, അവിടുത്തെ സേവനങ്ങളും എല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് എക്സിക്യൂട്ടീവാണ് കേട്ടോ. അത് മാത്രമല്ല, എൻഷുറിംഗ് ദാറ്റ് ദർ ആർ നോ ഐറ്റംസ് ലെഫ്റ്റ് ഓവർ ബൈ ദ പ്രീവിയസ് ഷിഫ്റ്റ് റിസപ്ഷനിസ്റ്റ്. അപ്പൊ മുൻ ഷിഫ്റ്റിൽ ഉണ്ടായിട്ടുള്ള റിസപ്ഷനിസ്റ്റ് അവിടെ ഒന്നും തന്നെ അവശേഷിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഉറപ്പുവരുത്തണം. എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ മുൻ വർക്ക് ചെയ്തിട്ടുള്ള മുൻ ഷിഫ്റ്റിൽ ഇരുന്നിട്ടുള്ള റിസപ്ഷനിസ്റ്റ് ആ ഏരിയയിലെ എല്ലാ കാര്യങ്ങളും, അതായത് അദ്ദേഹത്തിന്റെ എല്ലാ ഡ്യൂട്ടീസുകളും ഒന്നും തന്നെ പെൻഡിങ് വരാതെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും തന്നെ അവിടെ അവശേഷിച്ചില്ല. ഇപ്പൊ ചിലപ്പോ നല്ല പരിശോധിക്കപ്പെടാത്ത രോഗികളുടെ വല്ല രേഖകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ കിടക്കുന്നുണ്ടോ എന്ന് അറിയില്ല അല്ലെ. അതുപോലെ കംപ്ലീറ്റ് അല്ലാത്ത എന്തെങ്കിലും രോഗി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സോ ഫയലുകളോ എന്തെങ്കിലും കംപ്ലീറ്റ് ആവാതെ കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ അവിടെ എന്താ പറയാ ആവശ്യമില്ലാതെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അതാണ് അവിടെ വേറെ വർക്കുകളൊന്നും പെൻഡിങ് വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ചിലവരിങ്ങനെ പെൻഡിങ് ഇട്ടിട്ട് പോകും, അങ്ങനെ ചെയ്യരുത്. അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മുൻ ഷിഫ്റ്റ് റിസപ്ഷനിസ്റ്റ് അവിടെ മറ്റുള്ള ഐറ്റംസുകളൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അയാളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവരവിടെ നിന്ന് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ഒന്നും പെൻഡിങ് വർക്കുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയറായ പോയിന്റ്. The OPD executive is accountable for checking that everything in the OPD area is in its correct place and ensuring that there are no items left over by the previous shift receptionist. Clear ആയെന്ന് വെച്ചാൽ അടുത്തത് 18ാമത്തെ പോയിന്റ് ഇതാണ്. They direct patients to the payment counter
to make their case paper, ensuring a smooth and efficient process. എന്താണ് ഉദ്ദേശിക്കുന്നത്? They direct patient to the payment counter അല്ലെ? ഈ പറയുന്ന പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ദെയർ കേസ് പേപ്പർ. കേസ് പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആ ഒരു ടു സെറ്റിൽ ദെയർ ബിൽസ്. ഓക്കെ, രോഗികൾക്കാണെങ്കിൽ അവരുടെ ബില്ലുകൾ സെറ്റിൽ ചെയ്യാനും അതുപോലെ തന്നെ ടു കംപ്ലീറ്റ് ദെയർ ഫോർമാലിറ്റീസ് അല്ലെ, ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനും അവരുടെ ബില്ലുകളൊക്കെ സെറ്റിൽ ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മേക്ക് ദെയർ കേസ് പേപ്പർ. ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ മുൻകൂട്ടി തന്നെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാം. അതിലൂടെ എൻഷുറിങ് എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ്, വളരെ സുഗമമായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു നടപടിക്രമങ്ങളെ ഉറപ്പുവരുത്തുക. കാര്യം എന്ന് വെച്ചാൽ എല്ലാം അവസാനത്തേക്ക് വരുമ്പോൾ ഒരു റഷ് ആയിരിക്കും അല്ലെ. അപ്പൊ തന്നെ ബില്ലുകൾ സെറ്റിൽ ചെയ്ത് വിൽക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഫോർമാലിറ്റി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു തിരക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരുപാട് ടൈം നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രവർത്തനങ്ങൾ വളരെ എന്താ പറയാ സ്മൂത്ത് ആയിട്ട് അവിടെ റൺ ചെയ്യാനും സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുക. ടു മേക്ക് ദെയർ കേസ് കേസ് പേപ്പർ ഉണ്ടാക്കാൻ. കേസ് പേപ്പർ ഉണ്ടാക്കുന്ന വെച്ചാൽ അവരുടെ ബില്ലുകൾ സെറ്റിൽ ചെയ്യാനും അവരുടെ ഈ പേയ്മെന്റ് ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്ത് വിടുക. അതിലൂടെ നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നേതൃത്വം നൽകേണ്ടത് ഒരു OPD എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് അല്ലേ ഇത്? ലാസ്റ്റ് പോയിന്റ് ഇതാണ്. ഓവറോൾ, അത് പോയിന്റ് അല്ല കേട്ടോ, പോയിന്റ് അല്ല, മൊത്തത്തിൽ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയാണ്. ഓവറോൾ the OPD executive is necessary for ensuring that the outpatient department runs efficiently, providing high quality care to patients while also managing cost and maintaining regulatory compliance. ശരിക്കും പറഞ്ഞാല് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും റൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ പേഷ്യൻസിന് ഒരു ഹൈ ക്വാളിറ്റി പരിചരണം കൊടുക്കുന്നതിനും അതോടൊപ്പം എന്താണ് പരമാവധി കോസ്റ്റ് അല്ലെ, പരമാവധി ചെലവുകൾ നിയന്ത്രിച്ചും അതുപോലെ തന്നെ എല്ലാ റെഗുലേറ്ററി നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആരുടെ പ്രവർത്തനം ആവശ്യമാണ്? OPD എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം ആവശ്യമാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നമ്മൾ പഠിച്ചത് OPD എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. OPD എക്സിക്യൂട്ടീവ് ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, എന്തൊക്കെയായിരുന്നു? OPD സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, പേഷ്യന്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക, മറ്റു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക, ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ മാനേജ് ചെയ്യുക, പോളിസികളും പ്രൊസീജിയറും ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക, OPD ഏരിയയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ് ഉറപ്പാക്കുക, ഡിഫറെന്റ് കൺസൾട്ടൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക, ഡോക്ടറുടെ പ്രവർത്തന സാഹചര്യങ്ങൾ വിലയിരുത്തുക, പിന്നെ ഫീഡ്ബാക്ക് ഫോംസുകൾ കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ട് സൂക്ഷ്മ പരിശോധന നടത്തുക, പിന്നെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഒക്കെ കൃത്യമായിട്ട് ഡീൽ ചെയ്ത് മാനേജർ റിപ്പോർട്ട് ചെയ്യുക, പേഷ്യൻസിനെ വിസിറ്റേഴ്സിനെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യാൻ അവരെ വെൽക്കം ചെയ്യുക, അവരെ ബന്ധപ്പെട്ട പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക, പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, പിന്നെ ഈ പറയുന്ന മീറ്റിംഗ് ട്രെയിനിങ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലാവിധ സുരക്ഷാ ഹെൽത്ത് എന്താ പറയുക പ്രൊസീജിയേഴ്സുകൾ പാലിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ OPD ഏരിയയിൽ എല്ലാം അതത് സ്ഥാനത്താണോ ഉള്ളതെന്നും അവിടെ മറ്റു വർക്കുകളൊന്നും പെൻഡിങ് ഇല്ല, എല്ലാം കംപ്ലീറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അദ്ദേഹമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതൊക്കെ എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. 4 പേരുടെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ആരൊക്കെ പഠിച്ചത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ പഠിച്ചു, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ നമ്മൾ പഠിച്ചു, മെഡിക്കൽ സെക്രട്ടറിയുടെ പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത്രയും വരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ ചാപ്റ്റർ അങ്ങനത്തെയാണ്. കുറെ റെസ്പോൺസിബിലിറ്റിയും കുറെ പോയിന്റുകളും ഒക്കെയാണ് ഇതിനകത്ത്. അങ്ങനെ ഒരു ബോറിംഗ് ആയിരിക്കും. കുഴപ്പമില്ല, എന്താ വെച്ചാൽ പഠിക്കാണ്ട് പറ്റില്ലല്ലോ. വായിക്കാം കേട്ടോ. വായിച്ചത് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. എന്തായാലും ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമല്ലല്ലോ എക്സാം, ഇതിന് വലിയ പ്രശ്നം. അടുത്തത് കേട്ടോ, അടുത്തതിലോട്ട് നമുക്ക് കടക്കാം. ഇതാണെങ്കിൽ സമയവും പോണില്ല, അല്ലെങ്കിൽ സമയം പെട്ടെന്ന് പോകും, ശരി സമയം പോകില്ല. ഓക്കെ, ഇങ്ങനത്തെ ചാപ്റ്റർ ആകുമ്പോൾ സമയം പോവാത്ത വലുത്. അടുത്ത നോക്കാം. നെക്സ്റ്റിലോട്ട് പോകാലോ നമുക്ക്. ബോറടിക്കുന്നില്ലല്ലോ? കുഴപ്പമില്ല.
പോവാട്ടോ. ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ കേട്ടോ. ഞാൻ അവസാനത്തെ ആളാണ് കേട്ടോ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ നോൺ ക്ലിനിക്കൽ ജോബുകളാണല്ലോ പരിചയപ്പെടുത്തുക. 4 പേര് നമ്മൾ കണ്ടു. ഇനി ഒരാളും കൂടെ പഠിക്കാനുണ്ട്. ആരാണെന്നറിയുന്നത്? പേഷ്യന്റ് കൗൺസിലർ. അയാളുടെയും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ഇവിടെ ഒരു കാര്യം പറയാം. പേഷ്യന്റ് കൗൺസിലർ ഒന്നും കുഴപ്പമില്ല, പെട്ടെന്ന് മനസ്സിലാവും. അഡ്മിനിസ്ട്രേറ്ററും വലിയ പ്രശ്നമില്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വലിയ പ്രശ്നമില്ല. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ആൾക്കാരെ ഇടയിൽ വരുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയും മെഡിക്കൽ സെക്രട്ടറിയും ഔട്ട് പേഷ്യന്റ് എന്താ പറയുക എക്സിക്യൂട്ടീവ്, അവര് തമ്മിലാണ് ഏകദേശം നമുക്ക് മൊത്തത്തിൽ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഏകദേശം ഒരുപോലെ ഫീൽ ചെയ്യും. വ്യത്യാസം ഞാൻ പറഞ്ഞത് ഓർത്ത് വെക്കുക കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ടാസ്ക്. ഓക്കെ. മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഫിസിഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫിസിഷ്യന്റെ ഒരു ക്ലിനിക്കാണ് വിചാരിക്കുക. ആ ക്ലിനിക്കില് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ആണ് ആര് ചെയ്യുന്നുണ്ടാവുക? മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പോയിന്റുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ അയാൾ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയും ഫിസിഷ്യനെ ആയിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അത് മെഡിക്കൽ സെക്രട്ടറിയാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ആവുമ്പോഴും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യാണ്. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ എന്ന് മാത്രമല്ല, മൊത്തത്തിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? സൂപ്പർവൈസ് ചെയ്യണം. അതാണ് അവര് തമ്മിലുള്ളൊരു ചെറിയൊരു വ്യത്യാസം. സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇംഗ്ലീഷ് ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം കേട്ടോ. ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ഒരു പേഷ്യന്റ് കൗൺസിലറെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വായിക്കാം ആരാണ് പേഷ്യന്റ് കൗൺസിലർ. എ പേഷ്യന്റ് കൗൺസിലർ ആൾസോ നോൺ ആസ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയസോൺ. എന്താണ് പറയുന്നത്? 3 പേരുകളുണ്ട് കേട്ടോ. പേഷ്യന്റ് കൗൺസിലറിന്റെ പറയുന്ന മറ്റു പേരുകളാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ്. അല്ലെ, അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ എന്താണ്? അവർ പേഷ്യന്റിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ പേഷ്യന്റ് ലിയസോൺ. ലിയസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ബന്ധം, റിലേഷൻ, മധ്യസ്ഥൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് ഒരു രോഗിയുടെ മധ്യസ്ഥൻ എന്നുള്ള അർത്ഥമാണ്. രോഗിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ അർത്ഥത്തിലാണ് കേട്ടോ പറയുന്നത്. അപ്പൊ 3 പേരുകൾ ഓർത്ത് വെക്കാം. പേഷ്യന്റ് കൗൺസിലർ, പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്നും പേഷ്യന്റ് ലിയസോൺ എന്നും അറിയപ്പെടുന്നു കേട്ടോ. ഹി ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഹു വർക്ക്സ് കീൻലി വിത്ത് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് ടു എക്സ്റ്റെൻഡ് ഇമോഷണൽ സപ്പോർട്ട്. മാർക്ക് ചെയ്യാം കേട്ടോ. ഇമോഷണൽ സപ്പോർട്ട്, എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വക്കേസി. അത് ഫുള്ളൊന്ന് അണ്ടർലൈൻ ചെയ്തില്ല. ആരാണ് പേഷ്യന്റ് കൗൺസിലർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. He is a healthcare professional who works keenly with the patients and their families to extend emotional support, education and advocacy. അതായത് രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും. പേഷ്യന്റ് കൗൺസിലർ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവരാർക്കായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? പേഷ്യൻസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നുള്ളത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെ, ഒരു വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കാനും, എഡ്യൂക്കേഷൻ, ഇവിടെ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്ന അവരെ ബോധവൽക്കരിക്കാനാണ് കേട്ടോ. ബോധവൽക്കരിക്കാനും, അതുപോലെ തന്നെ അഡ്വക്കേസി. അഡ്വക്കേസി എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാദിക്കുന്ന ആളാണ്. അഡ്വക്കേസി എന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടി വാദിക്കുന്ന ആൾ. അവർക്ക് വേണ്ടി വാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ, അതുപോലെ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ അവകാശങ്ങളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് അവരെ റെപ്രസെന്റ് ചെയ്യുക. അതാണ് അവിടെ അഡ്വക്കേസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്ക്രീൻ ആണ് വിസിബിൾ ആവും. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ പ്രശ്നമുണ്ടോ? ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ആണോ? ഓ ശരി ശരി കേട്ടോ. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? കാണുന്നില്ലേ? കുറെ പേർക്ക് കാണുന്നുണ്ടല്ലോ, പിന്നെ ആർക്ക് ആദരിക്കാണ് കാണാത്ത? കാണുന്നില്ല.
നേരത്തെ പോയിരുന്നോ? നേരത്തെ പോയോ ഇപ്പൊ സ്ക്രീൻ? ആ അപ്പൊ നോക്ക് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് പേഷ്യൻസിനും അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനും ആവശ്യമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് അവരെ ബോധവൽക്കരിക്കുക. ഇപ്പൊ കാണാനില്ല, നേരത്തെ കാണാമായിരുന്നു. നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ, നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ബാക്കി എല്ലാവർക്കും പ്രശ്നമില്ല. അതിനെ ഒന്ന് നോക്കുക കേട്ടോ. അതിലേക്കാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നോക്കുക, പേഷ്യന്റ് എന്താണ് അഡ്വക്കേസി. യെസ്, അഡ്വക്കേസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മനസ്സിലായല്ലോ. അതായത് നമ്മൾ രോഗികൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? രോഗികളുടെ താല്പര്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ, അതുപോലെ അവരുടെ ആവശ്യങ്ങളൊക്കെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവരെ റെപ്രസെന്റ് ചെയ്യുക. അതാണ് അഡ്വക്കേസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ടി മൊത്തത്തിൽ വാദിക്കുക എന്നാണ് അവരെ മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോ അത്തരത്തിലെ പേഷ്യൻസിനെയും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനും അവരെ ബോധവൽക്കരിക്കുന്നതിനും അവർക്ക് വേണ്ടി വാദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവരുമായിട്ട് വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസ് ആയിട്ടാണ് ആരെന്ന് പറയുന്നത്? പേഷ്യന്റ് കൗൺസിലർ. മനസ്സിലായോ? ആരാണ് പേഷ്യന്റ് കൗൺസിലർ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഫസ്റ്റത്തെ സെന്റൻസ് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇമോഷണൽ സപ്പോർട്ടും അവരെ ബോധവൽക്കരിക്കുന്നതിനും അവർക്ക് വേണ്ടി വാദിക്കുന്നതിനും എന്താണ് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ ആണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പേഷ്യന്റ് കൗൺസിലർ നോർമലി ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അദ്ദേഹത്തിനുള്ളത്? 7 പോയിന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 7 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ആദ്യത്തെ കാര്യം തന്നെ കേട്ടോ, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. രണ്ടാമത്തത് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്, രോഗികളെയും കുടുംബാംഗങ്ങളെയും ബോധവൽക്കരിക്കുക. എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരെ ബോധവൽക്കരിക്കുക. മൂന്നാമത്തത് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്, പേഷ്യൻസിന് വേണ്ടിയിട്ട് വാദിക്കുക. ഞാൻ പറഞ്ഞല്ലോ അഡ്വക്കേസി എന്താന്ന് പറഞ്ഞു. അവര് പേഷ്യൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അവരെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കുക കേട്ടോ. അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. നാലാമത്തത് പ്രൊവൈഡിങ് റിസോഴ്സസ്, റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുക. എന്താന്നുള്ളത് നമുക്ക് അവിടെ വായിക്കാം കേട്ടോ. അടുത്തത് കോർഡിനേറ്റിംഗ് കെയർ, അല്ലെ? അത് കുറെ വായിച്ച പോയിന്റ് ആണ്. കോർഡിനേറ്റിംഗ് കെയർ അല്ലെ, പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും പ്രൊഫഷണൽസും ആയിട്ടൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക. അതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്, അതായത് രോഗിക്ക് വേണ്ട കെയർ പ്ലാനുകൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക. ലാസ്റ്റ് വൺ മോണിറ്ററിംഗ് പ്രോഗ്രസ്, അതായത് രോഗിയുടെ പ്രോഗ്രസ്, രോഗിയുടെ ആ ഒരു പ്രോഗ്രസ് കൃത്യമായിട്ട് നിരീക്ഷിക്കുക, മോണിറ്റർ ചെയ്യുക, അല്ലെ? അപ്പൊ അതാണ് നമ്മൾ കെയർ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനനുസരിച്ച് രോഗിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്, അവർക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടോ, പുരോഗതി ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അപ്പൊ 7 ഡ്യൂട്ടീസുകളാണ് അദ്ദേഹത്തിന് വരുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. The patient counselor is accountable for providing emotional support to patients and their families, hearing their concerns and helping them deal with their diagnosis or illness. എന്താണ് പറയുന്നത്? അറിയാവുന്ന പോയിന്റ് ആണ് അല്ലെ. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞ രോഗികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇമോഷണൽ സപ്പോർട്ട് നൽകാനായിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു പ്രൊഫഷണൽ ആണ്. അവരെ സംബന്ധിച്ച് അവരുടെ ആശങ്കകളെല്ലാം കൃത്യമായിട്ട് കേൾക്കുക, അല്ലെ? അതോടൊപ്പം രോഗനിർണയത്തിനും പിന്നെന്താണ് ചികിത്സയ്ക്കൊക്കെ ആയിട്ട് അവരെ ആ ഒരു രോഗത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുക. വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുക. പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരാകും. അസുഖം വരുമ്പോൾ തന്നെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ തകരുന്ന ഒരു സമയമാണ്, അല്ലെ? ആ ടൈമില് പ്രത്യേകിച്ച് ഗുരുതര രോഗമുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും എന്ത് വേണം? ഒരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്, അല്ലെ? എന്നാൽ മാത്രമാണ് അവർക്ക് ആ ഒരു അവസ്ഥയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. രോഗനിർണയത്തിനും അതുപോലെ ആ രോഗത്തെ നേരിടാനായിട്ടും അവർക്ക് എന്ത് കൊടുക്കാം? അവർക്കൊരു വൈകാരിക പിന്തുണ കൊടുക്കുക, അല്ലെ? വൈകാരിക പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ആ പോയിന്റ്, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ക്ലിയർ ആയല്ലോ? മനസ്സിലായേ? രണ്ടാമത്തത് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്, രോഗികളെയും കുടുംബാംഗങ്ങൾക്കും വേണ്ട ബോധവൽക്കരണം കൊടുക്കുക, ബോധവൽക്കരിക്കുക. അവരുടെ അസുഖത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ.
The patient counselor is accountable for educating patients and their families about their diagnosis, treatment options, and other sides of their care. അതായത് പേഷ്യന്റ് കൗൺസിലർ ഈ പറയുന്ന രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും രോഗനിർണയത്തിനായാലും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനിനെ പറ്റിയും പിന്നെ അവരുടെ പരിചരണത്തിന്റെ മറ്റ് പല വശങ്ങളെ പറ്റിയും പലതും ഉണ്ടായിരിക്കും അല്ലെ. അതിനെ പറ്റി എന്ത് ചെയ്യാം, അവരെ ബോധവൽക്കരിക്കാം. അതൊരു അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാര്യം ഡോക്ടർ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാനുമായിട്ട് സഹകരിച്ച് പോകണമെങ്കിൽ പേഷ്യൻസിന് എന്ത് ഉണ്ടാവണം, അവരുടെ അസുഖത്തെ പറ്റിയുള്ള ഒരു അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അവര് എങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് എന്നുള്ളതിനെ പറ്റി അവർക്കൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം അല്ലെ. അതുപോലെ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണെങ്കിലും അതിന് അതിൻ്റെതായ ചില കോൺസിക്വൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ല. അപ്പൊ അതിനെ പറ്റിയും അവരെന്ത് ചെയ്യണം, ബോധവൽക്കരിക്കണം അല്ലെ. അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. The patient counselor is accountable for educating. അതിലേക്ക് ഓക്കെ ആയ ഇപ്പൊ കാണാന്ന് പറയണ്ടല്ലോ, കിട്ടിയാ നെറ്റ് വന്നു തോന്നുന്നു അല്ലെ. അപ്പം ഓക്കെ നെറ്റിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ അതിനാ. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options, and other sides of their care. Okay, ഇത്രയും മതി. അധികം അല്ലേ, ഫയലിൽ. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാം കേട്ടോ. മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ കണ്ടത്. പിന്നെ OPD എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പേഷ്യന്റ് കൗൺസിലർ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ 2 പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്റർ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ തീർന്നിട്ട് മിക്കവാറും മെഡിക്കൽ റെക്കോർഡ്സ് ഞാൻ എടുക്കും കേട്ടോ. എടുക്കാൻ സാധ്യതയുണ്ട്, തീരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എന്റെ ഈ ചാപ്റ്ററോട് കൂടിയിട്ട് എന്ത് തീരും, പക്ഷെ അത് തീർക്കണല്ലോ. ചിലപ്പോ ഞാനായിരിക്കും എടുക്കാം, പറയാം, അടുത്ത ദിവസം പറയാം കേട്ടോ. അപ്പൊ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചിലപ്പോ ആ ചാപ്റ്റർ തുടങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്. ഉറപ്പ് പറയുന്നില്ല, ആലോചിച്ചിട്ട് പറയാം കേട്ടോ. പിന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് 5 പേരുടെയാണ് കേട്ടോ പഠിക്കാൻ. അഡ്മിനിസ്ട്രേറ്റർ, പേഷ്യന്റ് സെക്രട്ടറി, പിന്നെ മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ്, ഇനിയാണ് പേഷ്യന്റ് കൗൺസിലർ. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞ എല്ലാ നോൺ ക്ലിനിക്കൽ ജോബിനും വേണ്ടിയിട്ടുള്ള ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണ് കേട്ടോ. അതുകൂടെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും പോയിന്റ് നിങ്ങളുടെ മനസ്സിലാവാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ചോദിക്കണേ. ഒന്നുമില്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.